നിങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട ബിജു മുത്തത്തിയുടെ പുതിയ പുസ്തകം ഇന്നലെ പുറത്തിറങ്ങി. മനിതർകാലം എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. കേരള നിയമസഭാ പുസ്തകമേളയിൽ വെച്ച് കെ ശൈലജ ടീച്ചർ NE സുധീറിന് നൽകി പുസ്തകം പ്രകാശനം ചെയ്തു. ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP പ്രകാശന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. മാതൃഭൂമി ബുക്സാണ് പുസ്തകത്തിൻ്റെ പ്രസാധകർ. മലയാളിയുടെ ഓർമ്മകളിൽ ഇപ്പോഴും ചൂളം കുത്തിപ്പായുന്ന കേരള എക്സ്പ്രസ് എന്ന ദൃശ്യസഞ്ചാരത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ജീവിതകഥകളാണ് ബിജു മുത്തത്തിയുടെ മനിതർകാലം. നേരത്തെ മാതൃഭൂമി ബുക്സ് തന്നെ പ്രസിദ്ധീകരിച്ച ലേഡീസ് കമ്പാർട്ട്മെന്റിന്റെ തുടർച്ചയായാണ് തീക്ഷ്ണമായ അനുഭവങ്ങളും വേറിട്ട കാഴ്ചകളും നിറഞ്ഞ മനിതർകാലവും വായനക്കാരുടെ കൈകളിലേക്ക് എത്തിയിരിക്കുന്നത്. കെ ശൈലജ ടീച്ചർ MLA, എഴുത്തുകാരനും കോളമിസ്റ്റുമായ NE സുധീറിന് നൽകിയാണ് പുസ്തകം പ്രകാശനം ചെയ്തത്. നിഷ്കളങ്കമായി നടത്തുന്ന ചില മനുഷ്യരുടെ നിഷ്കളങ്ക പ്രവർത്തനങ്ങൾ അത് സമൂഹത്തിൽ എത്രമാത്രം ഫലപ്രദമാണ് എന്നുള്ളത് ആരെങ്കിലും ചൂണ്ടിക്കാണിക്കുമ്പോഴാണ് നമ്മളൽപ്പം ബഹുമാനത്തോടെ അവരെ നോക്കിക്കാണുകയും അതിനെ അംഗീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത്. കേരള എക്സ്പ്രസിൻ്റെ ഭാഗമായി ബിജു കടന്നുപോയിട്ടുള്ള വഴികൾ, അവിടെ പരിചയപ്പെട്ട മനുഷ്യർ, ഒരു ഡോക്യുമെൻ്ററി ഉണ്ടാക്കുക എന്നതിൽ അവസാനിപ്പിക്കാൻ കഴിയുമായിരുന്ന ബിജുവിൻ്റെ പ്രവർത്തനം ഇപ്പം നമ്മുടെ മുന്നിൽ ഒരു നാടിൻ്റെ സംസ്കാരമായിട്ട് വളർന്ന് കാണുകയാണ്. ടെലിവിഷൻ കാഴ്ചയിൽ കണ്ടുമറക്കാവുന്ന കഥാപാത്രങ്ങൾക്ക് പുസ്തകരൂപത്തിൽ നിത്യായുസ് നൽകിയതാണ് മനിതർകാലമെന്ന് പ്രകാശന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP പറഞ്ഞു. സാധാരണ കാഴ്ചയിൽ ബിജു ഒപ്പിയെടുത്ത അസാധാരണ വ്യക്തിത്വങ്ങളാണ് ഈ പുസ്തകത്തിലൂടെ കടന്നു പോകുന്നത്. പെടുന്നതിനുള്ള ഒരു നോട്ടത്തിൽ ആ വ്യക്തികൾക്കൊന്നും സവിശേഷമായിട്ടുള്ള സിദ്ധിയില്ല. പക്ഷേ ഒന്ന് സ്ഫുടം ചെയ്ത് അവരെ അപഗ്രഥിക്കുമ്പോൾ ഒരു അസാധാരണത്വം അവരിൽ ശരിക്കു പറഞ്ഞാൽ കത്തിജ്വലിക്കും. ദൈനംദിന വാർത്തകൾ എഴുതുന്നതിനപ്പുറത്ത് ചരിത്രത്തിൽ ഇടപെടാൻ ശേഷിയുള്ള കഥാപാത്രങ്ങളെ സൃഷ്ടിച്ചതാണ് മനിതർകാലമെന്ന് പുസ്തകം ഏറ്റുവാങ്ങിക്കൊണ്ട് NE സുധീർ പറഞ്ഞു. വിരസമായ വാർത്താ ജീവിതത്തെ സർഗാത്മകമാക്കുന്ന അത്യപൂർവ സൃഷ്ടിയെന്ന് എബ്രഹാം മാത്യു അധ്യക്ഷപ്രസംഗത്തിൽ പറഞ്ഞു. കൈരളി തെളിച്ചു വന്ന വഴികളാണ് മനിതർകാലത്തിലേക്ക് എത്തിച്ചതെന്ന് ഗ്രന്ഥകാരൻ ബിജു മുത്തത്തി മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു. മാതൃഭൂമി ബുക്സ് തിരുവനന്തപുരം യൂണിറ്റ് മാനേജർ പ്രവീൺ കുമാർ സ്വാഗതം പറഞ്ഞു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.